ശ്രീ കെ സുഹൈൽ, ഈ വർഷം തന്നെ 10-15 ഇത്തരത്തിലുള്ള ഈ സ്ലീപ്പിംഗ് സെൽസ് എന്നോ ടെറർ മോഡ്യൂൾ എന്നോ പറയാവുന്ന തരത്തിലുള്ള ഓപ്പറേഷനുകൾ, ആ മോഡ്യൂളുകളെ ബസ്റ്റ് ചെയ്യുന്ന ഓപ്പറേഷനുകൾ നടന്നിട്ടുണ്ടെന്നാണ് വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഈ ഫരീദാബാദ് മോഡ്യൂൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ പിടിയിലായവരെല്ലാം ഡോക്ടർമാരാണ്. ബഹുഭൂരിഭാഗവും 9-8 പേരും കശ്മീർ സ്വദേശികളാണ്. അവരുടേത് ഒരുതരം വൈറ്റ് കോളർ ടെററിസമാണ് എന്നാണ് മാധ്യമങ്ങൾ നമ്മളോട് പറയുന്നത്. അതായത് സ്ലീപ്പർ സെൽ എന്ന് പറഞ്ഞാൽ അവർ സമൂഹത്തിൽ വളരെ മാന്യമായ ജോലി ചെയ്ത് ജീവിക്കുന്നു. ഒരു തക്കം വന്നാൽ അവർ ഭീകരന്മാരായി മാറുന്നു. ഈ ഒരു നറേറ്റീവിന് വേറൊരു പ്രശ്നം കൂടിയുണ്ട്. നമ്മുടെ കൺമുമ്പിലുള്ള ആരൊക്കെയാണ് ഭീകരൻ അല്ലാത്തവൻ എന്ന ആശങ്ക സാധാരണ ജനങ്ങളിൽ സൃഷ്ടിക്കാൻ ഉതകുന്നതാണ് അത്തരം വാർത്തകൾ. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, അതിലൊരാൾ കശ്മീരിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. അയാളുടെ കോളേജിനകത്തുള്ള അലമാരയ്ക്കുള്ളിൽ നിന്ന് റൈഫിളും സ്ഫോടക വസ്തുക്കളൊക്കെ ഈ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഇവരിൽ നിന്ന് ടൺ കണക്കിനാണ് സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തായിട്ടുള്ള വാർത്തകൾ വരുന്നത്. അമോണിയം നൈട്രേറ്റാണ് അവരിൽ നിന്ന് പിടിച്ചെടുത്തെങ്കിൽ അതേ അമോണിയം നൈട്രേറ്റാണ് ചെങ്കോട്ടയിൽ പൊട്ടിത്തെറിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ടെറർ മോഡ്യൂളുകളെ നിരന്തരം ബസ്റ്റ് ചെയ്യുന്നുണ്ട് ഭരണകൂടം, രഹസ്യാന്വേഷണ ഏജൻസികൾ ബസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് വരുന്ന ചില വീഴ്ചകളിൽ, ഇത്തരത്തിലുള്ള സുരക്ഷാ വീഴ്ചകളിൽ സ്ഫോടനങ്ങൾ ദൗർഭാഗ്യകരമായി ഉണ്ടാവുന്നു. ഇതിനെങ്ങനെയാണ് കൂട്ടി വായിക്കേണ്ടത്? യെസ് അജിംസ്, യഥാർത്ഥത്തിൽ ഈ ഒരു ടെറർ മോഡ്യൂൾസിനെ കുറിച്ചിട്ടുള്ള അപസർപ്പക കഥകൾ കഴിഞ്ഞ 25 വർഷമായിട്ട്, 1/4 നൂറ്റാണ്ട് കാലമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഇതിന് ശേഷം ഒരു 5 വർഷം മുമ്പ് വരേക്കും നമുക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് കൃത്യമായിട്ടൊരു ഐഡിയ ഇല്ലാതിരിക്കുകയും ഇതിന്റെ എന്തൊക്കെ സാധ്യതകളാണ് ഉള്ളത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് ഒരു കൺഫ്യൂഷനാണ്. എന്തായിരിക്കും ഇതിന്റെ പരിണതി എന്നുള്ളതിനെ കുറിച്ച്. പക്ഷെ 25 വർഷത്തിനിടയിൽ, കഴിഞ്ഞ 5-10 വർഷത്തിനിടയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും മിക്കവാറും എല്ലാ ടെറർ അറ്റാക്കുകൾ, ഇതിനു മുമ്പ് നടന്ന ഒരുപാട് ടെറർ അറ്റാക്കുകളുടെ അന്തിമ വിധികൾ കോടതികളിൽ വരികയുണ്ടായി. ഇത് തന്നെ മതി താങ്കൾ ഇപ്പോ ചോദിച്ച ഈ ചോദ്യത്തെ നമുക്ക് അഡ്രസ് ചെയ്യാൻ വേണ്ടി. ഈ ഇപ്പൊ നടന്ന ഈ അറ്റാക്കിൽ എല്ലാ പെർപെട്രേറ്റേഴ്സും അതിന്റെ ക്ലാരിറ്റി വേണ്ടി ചോദിക്കുകയാണ്. അപ്പൊ അങ്ങ് അപസർപ്പക കഥ എന്ന് വാക്കുപയോഗിച്ചു. അതായത് ഈ അപസർപ്പക കഥകൾ, അതായത് മാധ്യമങ്ങളിൽ വരുന്ന കഥകളാണല്ലോ. ഇപ്പോൾ തന്നെ നിരവധി കഥകളും കാണാം. ഈ കഥകൾ അന്വേഷണ ഏജൻസികൾ കുറ്റപത്രമായി കോടതിയിൽ കൊടുക്കുന്നു. കോടതി ഈ ആളുകൾ വെറുതെ വിടുന്നു. അതും 10-15-20 വർഷത്തിന് ശേഷമാണ്. അതിനർത്ഥം എന്താണ്? ഈ അന്വേഷണം മോശമാവുന്നതാണോ, അതല്ല ഇതിലെ നടപടിക്രമങ്ങളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നാണോ തോന്നുന്നത്? അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് പ്രേക്ഷകരെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പൊ ഇതുവരെ നടന്ന വലിയ അറ്റാക്കുകൾ, ഇതുപോലെ നടന്ന ഇപ്പൊ 10-11 എന്നാണ് ഇതിനെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നത്. പക്ഷെ ഇതിനു മുമ്പ് ഒരു 7-11 അറ്റാക്ക് നടക്കുകയുണ്ടായി. ഇതിന്റെ കോടതി വിധി വന്നിരിക്കുന്നത് കഴിഞ്ഞ ജൂലൈ 21-ാം തീയതിയാണ്. സുപ്രീം കോടതി അതിൽ കുറ്റം ആരോപിച്ച 12 പേരെയും വെറുതെ വിടുകയുണ്ടായി. 12 എക്വിറ്റൽസ്, എല്ലാവരെയും വെറുതെ വിട്ടു. വെറും ആബ്സെൻസ് ഓഫ് എവിഡൻസ് എന്നല്ല, മറിച്ച് അതില് ഒരുപാട് പോലീസ് ചെയ്ത ഫ്രെയിമിംഗ്, അതുപോലെ അതിന്റെ പിന്നിൽ അവർ നടത്തിയിട്ടുള്ള മാനിപ്പുലേഷൻ, ഇതിനെക്കുറിച്ചൊക്കെ കോടതിയിൽ വിശദമായിട്ട് കോടതി വിധിയിൽ പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇതേപോലെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന നാഷണൽ TV നെറ്റ്വർക്ക്സിൽ നടന്നുകൊണ്ടിരിക്കുന്ന അപസർപ്പക കഥകൾ, പ്രത്യേകിച്ച് ഇസ്ലാമിക ഭീകരവാദവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കുകയാണ്. നിങ്ങൾ റിപ്പബ്ലിക് TV, അതുപോലെ ടൈംസ് നൗ TV, News 18 ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ടൈം രാവിലെ മുതൽ രാത്രി വരെ ഇത് എയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിരന്തരം വിഷലിപ്തമായ രീതിയിലുള്ള പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. തീർത്തും വർഗീയമായ പ്രചാരണങ്ങൾ. ഈ പ്രചാരണങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ബീഹാർ ഇലക്ഷനുമായിട്ട് നേർക്കുനേരെ ബന്ധപ്പെട്ടതാണ് എന്ന് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. നേരത്തെ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി എങ്ങനെയാണ് ഭീകരാക്രമണങ്ങളെ ഇവിടെയുള്ള ഇലക്ഷൻ മാനിപ്പുലേഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നതിനെ കുറിച്ച് അദ്ദേഹം വിശദമായിട്ട് പറയുകയുണ്ടായി. ഏതായാലും ഇത് 2025 7-11 അറ്റാക്കിനെ കുറിച്ചാണ്, 2006 നടന്ന 7-11 അറ്റാക്കിനെ കുറിച്ചാണ് പറഞ്ഞത്. എല്ലാവരും എക്വിറ്റായി. അതുപോലെ തന്നെ 2002 ബോംബെയിൽ നടന്ന ഘാട്ട് കോപ്പർ അറ്റാക്ക്, ഇതിനുശേഷവും ഒരുപാട് അപസർപ്പക കഥകൾ ഉണ്ടായി. മുസ്ലിം ഭീകരവാദം, ഇസ്ലാമിക ഭീകരവാദം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ 8 പേരാണ് അക്യൂസ് ചെയ്യപ്പെട്ടത്. അതിൽ 8 പേരും എക്വിറ്റലായി നിങ്ങൾ കാണാൻ സാധിക്കും. 2002 അക്ഷർധാം ടെമ്പിൾ അറ്റാക്ക് നടക്കുകയുണ്ടായി. ഇതില് ആരോപിക്കപ്പെട്ട 6 പേരും പൂർണ്ണമായിട്ടും എക്വിറ്റലായി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു. ഇതിനുശേഷം 2006 മാലേഗാവ് സ്ഫോടനം നടക്കുകയുണ്ടായി. 2006 മാലേഗാവ് സ്ഫോടനത്തിൽ ആദ്യം 8 മുസ്ലിം യുവാക്കളെ പിടിക്കുകയും അതിനുശേഷം
പിന്നെ പ്രോസിക്യൂഷൻ ഇത് മുഴുവൻ ആരോപണങ്ങൾ മുഴുവൻ വേറൊരു വിഭാഗം അസീമാനന്ദ് ഉൾപ്പെടെയുള്ള ആളുകളുടെ അവരാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് ആ മൊത്തം പ്രോസിക്യൂഷൻ ഷിഫ്റ്റ് ചെയ്തതായിട്ട് നിങ്ങൾ കാണുന്നു. 2007 മക്ക മസ്ജിദ് സ്ഫോടനം, ഇതിൽ NIA സ്പെഷ്യൽ കോടതി പിന്നെ ഇപ്പൊ ഈ കഴിഞ്ഞ 2018 എല്ലാ അക്യൂസിനെയും വെറുതെ വിട്ടു. എല്ലാവരും എക്വിറ്റായി, എല്ലാവരും നിരപരാധികളാണെന്ന് പറഞ്ഞ് കോടതി വീട്ടിലേക്ക് പോകാൻ പറയാണ്. പിന്നെ 10-18 വർഷം തടവിൽ വെച്ചതിന് ശേഷം 2007 അജ്മീർ ദർഗ ബ്ലാസ്റ്റ്, ഇതിൽ കോൺവിക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അന്തിമമായിട്ട് കോടതി വിധിക്കുന്നത് പിന്നെ സുനിൽ ജോഷി, അതുപോലെ തന്നെ ദേവേന്ദ്ര ഗുപ്ത, അതുപോലെ ഭവേഷ് ഭായ് പട്ടേൽ എന്ന് പറയുന്ന ആളുകളാണ് ഇതിന്റെ പിന്നിൽ എന്ന് പറയുകയും അവരെ കോൺവിക്ട് ചെയ്യുകയും ചെയ്യുകയുണ്ടായി. 2007 അജ്മീർ ദർഗ ബ്ലാസ്റ്റ്. അതുപോലെ തന്നെ 2007 സംജോത്ത എക്സ്പ്രസ് ബ്ലാസ്റ്റ്, അതിൽ 4 എക്വിറ്റൽ, അത് പിന്നെ നേരത്തെ പിന്നെ ആരോപിക്കപ്പെട്ടത് മുഴുവൻ അസീം ആനന്ദ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളായിരുന്നു. പക്ഷെ അതിനുശേഷം പിന്നീട് കോടതി അവരൊക്കെ വെറുതെ വിടുകയും പകരം ലോകേഷ് ശർമ്മ, അതുപോലെ കമൽ ചൗഹാൻ, രാജേന്ദ്ര ചൗധരി എന്ന് പറയുന്ന 4 പേരെ, അത് കൂടെ പിന്നെ ഒരാൾ കൂടി എനിക്ക് തോന്നുന്നു പിന്നെ എന്താണ് കുമാർ സർക്കാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെയും പിന്നെ പൂർണ്ണമായിട്ടും അവര് പിന്നെ കോൺവിക്ട് ചെയ്യുന്നു. മറിച്ച് കോൺവിക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കുറ്റം തെളിയുന്നത് അവർക്കെതിരെയാണ്. 2008 ജയ്പൂർ സീരിയൽ ബ്ലാസ്റ്റ്, ഇതില് 4 പേര് കംപ്ലീറ്റ്ലി ആരൊക്കെയാണോ ആരോപണ വിധേയമായത് അവരെല്ലാവരും വെറുതെ വിടപ്പെടുന്നു. 2008 മാലേഗാവ് ബ്ലാസ്റ്റ്, ഇതില് 7 പേരും അതിലെ പിന്നെ കുറ്റം ആരോപിക്കപ്പെട്ട 7 പേരും അവര് വെറുതെ വിടപ്പെടുന്നു. പക്ഷെ ഇതൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പൊ കഴിഞ്ഞ 25 വർഷത്തെ ഭീകരാക്രമണങ്ങളുടെ ചരിത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന നാഷണൽ TV നെറ്റ്വർക്സിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ തന്നെയാണ് യഥാർത്ഥത്തിൽ അന്ന് നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ 25 വർഷം കഴിയുമ്പോൾ ഈ കോടതികളിൽ ഒരേ ടെംപ്ലേറ്റിലുള്ള കഥകൾ ഈ ഭീകരാക്രമണങ്ങൾക്ക് ശേഷം മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു. അത് യഥാർത്ഥത്തിൽ ഈ ഭീകരാക്രമണത്തിന് പിന്നിൽ ആരാണ് എന്ന് കണ്ടെത്തുന്നതിൽ അന്വേഷണ ഏജൻസികൾ തടയുന്നുണ്ടോ? അതാണ് എന്റെ ചോദ്യം.